സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറെ ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണ് പ്രവീൺ പ്രണവ് എന്നുള്ള ഒരു യൂട്യൂബറുടെ വിഷയം. ഇവർ ഫാമിലി ആയിട്ടാണ് വ്ലോഗ് ചെയ്യാറ്. അവരുടെ ഫാമിലി വിശേഷങ്ങളും മറ്റൊക്കെ പങ്കുവെച്ചിട്ട് ഇതിൽ ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള പോര് അത് അച്ഛനും അമ്മയും ഏറ്റെടുത്തു. പിന്നീട് ആ ജ്യേഷ്ഠന്റെ ഗർഭിണിയായ ഭാര്യയെ തല്ലുന്ന രീതിയിലേക്ക് വരെ എത്തി. ഒരു കുടുംബത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ അവർ തന്നെയാണ് ഇത്രത്തോളം പർവ്വതീകരിച്ചത്. കാരണം അവരുടെ വിശേഷങ്ങൾ, അവരുടെ തമ്മിൽ തല്ല്, അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത്. ഭാര്യയെ തല്ലിയതും പ്രണവിന് പരിക്കേറ്റതും അതുപോലെ തന്നെ അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും അദ്ദേഹത്തിന്റെ അനുജനും തമ്മിലുള്ള ഒരു ഇതൊക്കെ അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. ഫാമിലി വ്ലോഗ് എന്നുള്ള പേരിൽ പലവരും ചെയ്യുന്ന കാര്യമാണ് അവരുടെ എല്ലാ വിശേഷങ്ങളും, വീട്ടിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ പൊതുജനമധ്യത്തിൽ കാണിക്കുക എന്നത്. അതിൽ കൂടി അവർക്കൊരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും പ്രൈവസി ഉണ്ടാവും. ഇപ്പോ യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഫാമിലി ആയിട്ട് ചെയ്യുന്ന എത്രയോ പേരുണ്ട്. ഇപ്പോ യൂട്യൂബിൽ കൂടിയിട്ട് വ്ലോഗും മറ്റൊക്കെ ചെയ്തിട്ട് ഒരു വരുമാനം കണ്ടെത്തുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ പ്രൈവസി മറ്റുള്ളവർക്ക് കാണിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വിഷയം വലിയൊരു ഗുരുതരമായ രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. ഇപ്പൊ യൂട്യൂബ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരെ കുറിച്ചുള്ള ചർച്ചയാണുള്ളത്. ഇവരെ ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. അവർ തമ്മിലുണ്ടായ ഒരു ചെറിയൊരു നിമിഷത്തിൽ സംഭവിച്ച കാര്യങ്ങളാണെങ്കിൽ തന്നെ ഇത് പരിഹരിക്കാൻ പറ്റാതെ എത്രത്തോളം ആ കുടുംബത്തെ അകറ്റുന്ന തരത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഒരു പക്ഷം ഈ ജ്യേഷ്ഠനെ സപ്പോർട്ട് ചെയ്തിട്ടും മറുപക്ഷം അനുജനെ സപ്പോർട്ട് ചെയ്തിട്ടും മറ്റുള്ള രീതിയിലൊക്കെയാണ് പലവരും വീഡിയോ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഫാമിലി ആയിട്ട് വ്ലോഗ് ചെയ്യുമ്പോൾ എല്ലാറ്റിനും ഒരു പ്രൈവസി വേണം. നമ്മളെല്ലാം വീട്ടിൽ എല്ലാ കാര്യങ്ങളും, എന്തും കാര്യങ്ങളും വീട്ടിൽ എന്തെല്ലാം നടക്കുന്നുണ്ടോ അത് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല. അതൊക്കെ പൊതുജന മധ്യത്തിൽ കാണിക്കുക, അതിൽ കൂടിയിട്ട് ഒരു വരുമാനം കണ്ടെത്തുക എന്നുള്ള രീതി ഒട്ടും ശരിയല്ല എന്നാണ് എന്റെ വ്യക്തിപരമായുള്ള ഒരു അഭിപ്രായം. ഈ ഫാമിലിയെ വ്ലോഗ് എന്നുള്ള പേരിൽ കാണിക്കുന്നവരൊക്കെ അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും മറ്റൊക്കെയുണ്ട്. പക്ഷെ ഇവരെയാണ് ചിലവർ അനുകരിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാകുക ഈ റിഫ മഹ്റു എന്നുള്ള സംഭവം. അവരുടെ പല വീഡിയോകളിലും അവർ എത്ര ഒത്തൊരുമയോട് കൂടിയിട്ട് എത്ര നല്ല രീതിയിലാണ് അവർ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ പിന്നീട് അവരുടെ വലിയൊരു ഇഷ്യൂസ് ഉണ്ടായി. അതുപോലത്തെയാണ് മിക്ക ഫാമിലി വ്ലോഗുകളും സംഭവിക്കുന്നത്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾക്ക് എന്തിനും ഒരു പ്രൈവസി നമ്മൾ കണ്ടെത്തണം. നമ്മൾ എല്ലാ രീതിയിലും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രവണത ഒട്ടും ശരിയല്ല. കാരണം നമ്മൾ തമ്മിലുണ്ടാകുന്ന ഒരു നിസാര പ്രശ്നത്തെ, തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു നിസാര പ്രശ്നത്തെ മറ്റുള്ളവർ അത് ഏറ്റുപിടിക്കുമ്പോഴാണ് ആ പ്രശ്നത്തെ ഗുരുതരമാവുന്ന തരത്തിലേക്ക് എത്തിപ്പെടുന്നത്. ഇപ്പോൾ ഈ ജ്യേഷ്ഠന്റെ ഗർഭിണിയായ ഭാര്യയെ അനുജൻ മർദ്ദിച്ചു എന്നുള്ള രീതിയിൽ അത് വലിയൊരു ഒഫൻസ് ആണ്. അതും 9 മാസം തികഞ്ഞെന്ന ഒരു പൂർണ്ണ ഗർഭിണിയായ ഒരു വ്യക്തിയെ, ഒരു പെൺകുട്ടിയെ അങ്ങനെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അത് അങ്ങേയറ്റം കുറ്റകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഇനി ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഈ അച്ഛനും അമ്മയും ഒക്കെ ജയിൽ പോകുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഇവർ തമ്മിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു നിസാര പ്രശ്നത്തെ അവർ തന്നെയാണ് ഇത്രത്തോളം മൂടി വീർപ്പിച്ചത്. കാരണം അവരുടെ പ്രൈവസി, അവരുടെ ഇത്തരം നിസാര പ്രശ്നങ്ങളെ അവർ തന്നെയാണ് വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവരെ അറിയിച്ചത്. അവർ അത് ചെയ്യാനുള്ള ഉദ്ദേശം അത് ഒരു ഫാമിലി വ്ലോഗായിട്ടാണ്. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഫാമിലി വ്ലോഗ് എന്ന നിലയിൽ വീട്ടിൽ നടക്കുന്ന എന്ത് ചപ്പും ചവറുകളും എന്ത് കാര്യങ്ങളും വീഡിയോ ആക്കി എടുത്ത് അത് പൊതുജനമധ്യത്തിൽ കാണിക്കുന്ന രീതി. അതുകൊണ്ട് തന്നെയാണ് പല കുടുംബങ്ങളിലും പല ബന്ധങ്ങളിലും വിള്ളലുകളും മറ്റും സംഭവിക്കുന്നത്. ചില ഫാമിലി വ്ലോഗുകളൊക്കെ നടക്കുന്നവർ കുടുംബങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ഫാമിലികൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഫാമിലികൾ ലോകത്തില്ല. എല്ലാ ഫാമിലികൾക്കും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ ആ പ്രൈവസി എന്നുള്ള കീപ്പ് ചെയ്തുകൊണ്ട് അത് തമ്മിൽ പറഞ്ഞു തീർക്കുന്ന തരത്തിലേക്ക് എത്തിക്കണം. അല്ലാതെ അതൊരു വീഡിയോ ആക്കി എടുത്ത് മറ്റുള്ളവർക്ക് മുമ്പിൽ ചിത്രീകരിച്ച് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തുന്ന രീതിയിലേക്ക് എത്തിപ്പെടുമ്പോൾ കുടുംബ ബന്ധങ്ങൾ പാടെ തകർക്കുന്ന തരത്തിലേക്കാണ് പോവുക. ഇനി ഈ ഫാമിലിക്ക് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോ നിയമപരമായിട്ടുള്ള നടപടികളിലൊക്കെ നീങ്ങും. കാരണം ഈ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ മർദ്ദിച്ചതും അത് അവരുടെ മാതാവും പിതാവും ഒക്കെ അതിന് സപ്പോർട്ട് ചെയ്തതും ഒക്കെയുള്ള. അപ്പോ കോടതി പോലും സ്വമതയാ കേസെടുക്കാനുള്ള ഒരു ഒഫൻസ് ആണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരെ, നിങ്ങളുടേതായ ഒരു പ്രൈവസി എന്നും കീപ്പ് ചെയ്യുക.
നിങ്ങളുടെ ചെറിയ ന്യൂനതകളെ പോലും നിങ്ങൾ വീഡിയോ ആക്കി നിങ്ങൾ പുറത്തു വിടുമ്പോൾ അതിനെ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാകാം. ഒരു പ്രൈവസി കീപ്പ് കൊണ്ട് മാത്രം വീഡിയോ ചെയ്യുക. അല്ലാതെ പക്ഷം ഈ ഫാമിലിക്ക് സംഭവിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും സംഭവിച്ചുകൂടാന്നില്ല.